ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ശനിയാഴ്ച ആയ കാരണം കുറച്ച് നേരം വൈകിട്ടൊക്കെയാണ് കേട്ടോ നീച്ചത്. അപ്പം നീച്ച് വിടുമ്പോൾ തന്നെ നല്ലൊരു തെളിച്ചൊക്കെ കാണുന്നുണ്ട്. ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസം തോന്നുന്നു. അപ്പം ആദ്യം തന്നെയാണ് മുറ്റടിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇന്നലെ ഒന്നും മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയൊക്കെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം മുറ്റൊന്നും അടിക്കാൻ പറ്റിയില്ല കേട്ടോ. മുറ്റത്തൊക്കെ നിറയെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയ കാരണം മുറ്റടിക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എന്നാൽ ഫസ്റ്റ് തന്നെ അത് കഴിഞ്ഞിട്ട് എന്നാൽ ബാക്കി പണികളിലേക്കായിട്ട് കടക്കാൻ വിചാരിച്ചു. ഇന്ന് പിന്നെ കിച്ചുവിന് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് നേരം വൈകിയിട്ടാണ് കേട്ടോ നീച്ചത്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായ കാരണം എൻ്റെ കിച്ചു നേരത്തെ നീപ്പിച്ചു വിട്ടു തന്നെ. അവൻ വിളിച്ച് നീപ്പിച്ചു ചായ വേണം പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് നീപ്പിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സ്കൂളിലെ ദിവസമാണെങ്കിൽ 7 മണി 7:30 ആയാലും അവനെ പോയിട്ട് വിളിച്ച് ഞാൻ നീപ്പിക്കണം, എന്നാലാണ് അവൻ നീക്കുള്ളൂ. ഇന്ന് സ്കൂളില്ല കണ്ടപ്പോൾ നേരത്തെ കൂട്ടി നീച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങൾ ഞാൻ കഴുകാനായിട്ട് പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ചോറിനുള്ള തീ കത്തിച്ചിട്ടൊന്നുമില്ല, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് പലഹാരമൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. അത് കാരണമാണ് പിന്നെ മെല്ലെ എല്ലാം ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ ധൃതി പിടിച്ചിട്ട് ഫസ്റ്റ് അടുക്കളത്തെ പണികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, ഒരു തെളിച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വലിയ മഴക്കാറും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ട്. ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഒരുപാട് തുണികൾ ഉണങ്ങി കിട്ടാനായിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് തുണികൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണക്കാട്ടിരിക്കുകയാണ് കേട്ടോ. ഉണക്കാട്ടിരിക്കുക എന്ന് പറയാനുള്ളൂ, ഉണങ്ങണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി കേട്ടോ. ഇനി തീയൊക്കെ കത്തിച്ച് പിടിപ്പിക്കണം. കത്തിച്ച് പിടിപ്പിച്ചു കേട്ടോ. നമ്മുടെ കിച്ച് കണ്ടില്ലേ, ചായ ആയോ എന്ന് വന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അവൻ അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ നമ്മുടെ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അരിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ അതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ തുമ്പിക്കുട്ടി നീച്ചിട്ടില്ല, കിച്ചു ആണ് കേട്ടോ നീച്ചിട്ടുള്ളൂ. അവൻ പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി കടന്നു പോകുന്നുണ്ട്. ചായ ആയിട്ടില്ല കണ്ടപ്പോൾ വേഗം അവിടെ തന്നെ പോയിട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് ഒരു മാഗി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മറ്റേ എന്താ പറയുക, പെപ്പറിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു മാഗിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുറച്ച് എരിവൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിച്ചത്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ കുട്ടികൾക്ക്. അവർക്ക് മാഗിയൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ എപ്പോഴൊന്നും മേടിക്കില്ല, എപ്പോഴെങ്കിലും തന്നെ മേടിക്കുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനം തന്നെയല്ലോ. അപ്പോൾ അത് കാരണം എപ്പോഴെങ്കിലും കൂടുമ്പോൾ വാങ്ങിക്കുള്ളൂ, എപ്പോഴൊന്നും മേടിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മാഗി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ മടിയായി. അപ്പോൾ അത് കാരണം കൊണ്ട് വൈകുന്നേരത്താണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ ഫ്രണ്ടാണ്. 2 പേരുണ്ട് കേട്ടോ. 2 പേര് വന്നിട്ടുണ്ട്. ഒരാൾ പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഉമ്മറത്തിരുന്നിട്ട് കിച്ചുവിൻ്റെ കളിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവരാണെങ്കിൽ വരേണ്ട കാര്യം വിളിച്ച് പറഞ്ഞൊന്നുമില്ല. ഇവർ പകുതിക്ക് എത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഒന്നും തന്നെ ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. ഇതൊക്കെ അവർ വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ മിക്ക ദിവസം സേമിയപ്മാവ് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തോന്നുന്നു അവർ കണക്ക് കൂട്ടിയിട്ട് തന്നെ കുറേ സേമിയപ്മാവ്, ഒരു 5-6 പാക്കറ്റ് സേമിയപ്മാവ് വാങ്ങിച്ചിട്ട് സേമിയത്തിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു കൊടുന്ന് എന്നെ വെറുപ്പിച്ചു കേട്ടോ. ഇനി 4 പാക്കറ്റ് സേമിയം കഴിയാതെ ഞാൻ സേമിയപ്മാവ് ഇനി ഉണ്ടാക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കുറച്ച് ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ കുറേ ആക്രി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവൻ ചെറുപ്പളശ്ശേരിക്ക് പോയിരിക്കുകയായിരുന്നു. ഇവനും വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അടുത്ത ഫ്രണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ മുഖം കാണിക്കാതെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക കേട്ടോ. അവന് ഭയങ്കര നാണക്കേടാണ് കേട്ടോ. ഞാൻ അവനെ വൈറലാക്കും പറഞ്ഞപ്പോൾ അവന് ഭയങ്കര നാണക്കേടായി. മുഖമൊക്കെ പൊത്തിയിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇനി ഹെൽമെറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, വെറുതെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. അത് കാരണം അവർ വന്ന വീഡിയോയും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. വരുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടാകുന്നില്ല. പിന്നെ ഞാൻ മറന്നുപോയതാണ് കേട്ടോ സത്യത്തിൽ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കണ്ടേന്ന് പറഞ്ഞിട്ടുള്ള ഓർമ്മ വന്നിട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ. അപ്പോൾ അത് അവരങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവരാണെങ്കിൽ എന്താ പറയുക, വൈകുന്നേരത്ത് വന്ന കാരണം കൊണ്ട് തന്നെ കുറച്ച് നേരമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. രാവിലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ അങ്ങനെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോകുമായിരുന്നു. അപ്പോൾ നേരം വൈകിയ കാരണം കൊണ്ട് തന്നെ അവർ വേഗം പോവുകയാണ് കേട്ടോ. ഇനി ചേലക്കര വരെ എത്തണം. ഇവിടുന്ന് ചേലക്കരയ്ക്കാണെങ്കിൽ ഒരുപാട് ദൂരമുള്ളതല്ലേ. അപ്പോൾ എന്നാൽ വേഗം പോയിക്കോ പറഞ്ഞിട്ട് അവരെ ഞങ്ങളങ്ങനെ ആട്ടി വിട്ടു കേട്ടോ. അപ്പോൾ അവരങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവരെന്തൊക്കെ ചളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 പേരിലെ ഞാനുണ്ട്. അപ്പോൾ ഇവർ പോയതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഇനി വല്ലപ്പുഴ പോകാനുണ്ട്. അവിടെ ഏട്ടൻ്റെ അനിയന് പനിയായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങോട്ടും പോകണം. അപ്പം ഇവർ പോയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ കയറിയിരിക്കണം. ഇവൾ കുറേ ഡിമാൻഡൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ വണ്ടിയുടെ മുകളിൽ കയറിയുന്നത്. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ പറപ്പിക്കുകയാണ് വണ്ടികൾക്ക് ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ അത് കാരണം കുറേ ഡിമാൻഡൊക്കെ വെച്ചതിന് ശേഷം അവർ വണ്ടിയിൽ കയറി ഇരുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. എൻ്റെ കിച്ചും തുമ്പിയാണെങ്കിൽ മെയിൻ ചെയ്യുന്ന പോലും ഇല്ല കേട്ടോ. അവർ ഫുള്ള് ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരങ്ങനെ പോയിട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മുടെ കിച്ചുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ടുണ്ട്, സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ സ്കൂളിലൊരു ഡയറി തന്നിട്ടുണ്ട്, അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാമ്പ് സൈസ് ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.